ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം. പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി 2 MLA-മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരെ കാണും. നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് MLA എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. എനിക്ക് വലിയ കൗതുകവും തോന്നി. ഹണി റോസിന്റെ പരാതിയിൽ കേസ് എടുക്കാൻ വകുപ്പില്ല, ഇപ്പോൾ എടുക്കുന്നില്ല, കോടതി വഴി പോകണം, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ വാർത്തകൾ. പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത്, താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഓർക്കുക, ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ്. ആ വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ്. ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്. എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെല്ലുവിടുന്നു എന്നാണ് അവരുടെ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്. എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം. എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസമുണ്ട്. കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത. DGP-യോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഹണി റോസിനോട് ഒരു കാര്യം കൂടി, കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ ഹണിയുടെ ക്രെഡിറ്റ് തന്നെയാണ്. അതിന് ഹണിക്ക് ആദരവർപ്പിക്കുന്നു. പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കും. ഹണി റോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെയുള്ള നിലപാട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിര് നിൽക്കുമെന്ന്. അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശ്രീ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശവും മറ്റുമുണ്ട്. ആ ബോച്ചെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണി റോസിന്റെ നിലപാടിനോടൊപ്പമാണ് എല്ലാവരും. പക്ഷേ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കാൻ. ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന്, നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത്, നിലപാടിനെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത്. അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന്, വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്നാണ്.